ഇന്ത്യയുടെ ഉപഗ്രഹ ചിത്രങ്ങളിൽ പതിഞ്ഞത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. എന്നാൽ ലോകം ഇതറിഞ്ഞപ്പോൾ പാകിസ്ഥാൻ സമ്പൂർണ്ണമായൊരു നാണക്കേടിലേക്ക് പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ ഇപ്പോൾ അത് പുറത്തുവിട്ടിരിക്കുകയാണ്. ഇന്ത്യ ഓരോ കാര്യങ്ങളായി ഓരോ ദിവസങ്ങളിൽ പുറത്തുവിടുകയാണ്. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിൽ മറ്റൊരു വലിയ വെളിപ്പെടുത്തൽ കൂടെ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാൻ നാവികസേനയുടെ ഭീരുത്വപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ദൃശ്യമാക്കുന്ന പുതിയ ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മെയ് മാസത്തിൽ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചപ്പോൾ വലിയ കപ്പലുകളുമായി കറാച്ചിയിൽ നിലയുറപ്പിച്ചിരുന്ന പാകിസ്ഥാൻ നാവികസേന അവിടെ നിന്ന് ഓടിപ്പോവുകയായിരുന്നു. അതായത് ഇന്ത്യയെ ഭയന്ന് പാകിസ്ഥാൻ നാവികസേന അവിടെ നിന്ന് സമ്പൂർണ്ണമായി രാഖിരാമാനം കൂടും കുടുക്കയും എടുത്ത് ഓടുകയായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും വാണിജ്യ ടെർമിനലിൽ അവർ ഓടിപ്പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. ചിത്രങ്ങൾ ഇങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. അതിനുശേഷം കപ്പൽ ഇറാൻ അതിർത്തിയിലേക്കും ഗ്വാദ്വാറിലേക്കും അയച്ചു. അതായത് ഇറാൻ അതിർത്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യ അങ്ങോട്ടേക്ക് ആക്രമിക്കാൻ വരില്ല എന്നാണ് അപ്പോൾ പാകിസ്ഥാൻ നാവികസേന കരുതിയത്. പിന്നീട് ഗ്വാദ്വാറിലേക്കും കപ്പൽ പോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 1971 ആക്രമണം പാകിസ്ഥാൻ സൈന്യം ഓർമ്മിച്ചിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ തങ്ങളുടെ കൂറ്റൻ കപ്പൽ കറാച്ചിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള ഗ്വാദ്വാറിലേക്ക് കൊണ്ടുപോയത് ചിത്രങ്ങളിൽ വ്യക്തമായി കാണാം. ഇന്ത്യ കറാച്ചി തുറമുഖം ആക്രമിച്ചേക്കുമെന്ന് പാകിസ്ഥാൻ സൈന്യം ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അവർ ഈ നടപടി സ്വീകരിച്ചത്. 71 യുദ്ധത്തിൽ ഇന്ത്യ കറാച്ചി തുറമുഖത്ത് ഭീകരമായിട്ടുള്ള ആക്രമണം നടത്തിയിരുന്നു. ഇത് നിരവധി ദിവസത്തേക്ക് തീപിടുത്തത്തിന് കാരണമായി. ഒരുപക്ഷെ ഇത്തവണ പാകിസ്ഥാൻ സൈന്യം 71 ഓർമ്മിക്കുകയും ഉടൻ തന്നെ തങ്ങളുടെ കപ്പൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയും ചെയ്യണമെന്നാണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത്. പാകിസ്ഥാന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തു വന്നത്. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ 22 പേരുടെ കൊലയ്ക്ക് കാരണമായിട്ടുള്ള ആ ഭീകരാക്രമണം, അതിനുശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുകയും പാകിസ്ഥാനിലെ തീവ്രവാദികൾ ഉൾപ്പെടെ നിരവധി ഒളിത്താവളങ്ങൾ പാകിസ്ഥാനിലേത് നശിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലിപ്പോൾ പാകിസ്ഥാൻ നാവികസേന ഇന്ത്യൻ നാവികസേനയെ ഭയന്ന് വാണിജ്യ ടെർമിനലിലേക്കും ഇറാൻ്റെ അതിർത്തിയിലേക്കും ഗ്വാദ്വാറിലേക്കും ആ സമയത്ത് തിടുക്കം പൂണ്ട് കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഒളിച്ചോടിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.